ഗായ്സ്, ഡേ 3 ഇൻ വയനാടാണ്. അപ്പോൾ ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്ന് ഏകദേശം 400 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് വീട്ടിലോട്ട്. അത് ഒറ്റ സ്ട്രെച്ചിൽ ഓടി എത്താനുള്ള പരിപാടിയാണ്. നാളെ എല്ലാവർക്കും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ദൂരെ ആ ഒരു മലനിരകൾ കാണാൻ കഴിയുന്നുണ്ടോ? അത് ബ്രഹ്മഗിരി മലനിരകൾ ആണ് കേട്ടോ. സമയം ഇപ്പോ 6:30 ഡേ സമാധിയായവനെ ഡേ എണീരടാ. സത്യം പറഞ്ഞാൽ ശ്രീഹരിയാണ് ഇന്ന് ആദ്യം എണീറ്റത്. ഇതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് എണീപ്പിച്ചതാണ്. നമ്മളിന്ന് വന്ന വഴിയല്ല കേട്ടോ പോകുന്നത്. താമരശ്ശേരി ചുരം വഴിയല്ല തിരിച്ചിറങ്ങുന്നത്. കുറ്റിയാടി ചുരം വഴി ഇറങ്ങി കോഴിക്കോട് ബൈപ്പാസ് വഴി കയറി ആലപ്പുഴ റൂട്ട്, അതായത് നമ്മുടെ ഹൈവേ, പുതിയ ഹൈവേ അല്ലേ, അപ്പൊ അതുവഴി തിരിച്ചു വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. അതാകുമ്പോൾ കുറച്ച് കിലോമീറ്റർ ഒക്കെ കവർ ആവും. ഒരുത്തനെ കാണാനില്ല. ഒരുത്തെ എപ്പോഴും ഒളിച്ചോങ്ങനുണ്ട്. എപ്പോഴും അതിൻ്റെ അകത്താണ്. എപ്പോഴൊക്കെയാണ് കാണാൻ പറ്റുന്നത്. 2 ദിവസമായിട്ട് അവനെ കണ്ടതേ ഇല്ല. അതിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു. അപ്പൊ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാണ്. ഇതൊക്കെ എടുത്ത് വെച്ച് ഒന്ന് ഡ്രസ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഒരുവിധം പാക്ക് ചെയ്തു. 2 താഴോട്ട് പോയി. ഇതായിരുന്നു നമ്മുടെ 3 ദിവസത്തേക്കുള്ള റൂം. എല്ലാം എടുത്തെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് പോകാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ലഗേജ് ഒക്കെ പാക്ക് ചെയ്തു, വണ്ടിയൊക്കെ വാമപ്പ് ചെയ്തു. നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ടാറ്റ, ബി ഹൈ പൂൾ വില്ല, നല്ല സ്റ്റേ ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ വയനാട് ഫുള്ള് കറങ്ങിയത് എത്ര കിലോമീറ്റർ ആയെന്ന് അറിയണ്ടേ? ടോട്ടൽ 708 കിലോമീറ്റർ ഫുൾ ആയി കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് വയനാട് വന്നു, വയനാട് കറങ്ങി. അപ്പോൾ ബൈ ബൈ. സമയം 7 മണിയാണ് കേട്ടോ. 7 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. കുറ്റിയാടി ചുരം വഴി ഇറങ്ങി നേരെ നമ്മൾ വീട്ടിലോട്ട് പോകും. രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ ഈ സമയത്ത് ഇറങ്ങിയപ്പം മഴയായിരുന്നു. ഒരു കിടിലം വ്യൂ ഉള്ള സ്ഥലമല്ലേ. ദേ ആ ഭാഗത്ത് കണ്ടോ, കാർമേഘം ഇങ്ങനെ തട്ടിത്തടഞ്ഞ് നിൽക്കുന്നുണ്ടോ ആ മല മുകളിൽ. പോയി വീട്ടിലുള്ളവർക്കൊക്കെ എന്ത് ഭാഗ്യമായിരിക്കും അല്ലേ, എന്നും ഈ വ്യൂ കണ്ട് എണീക്കുക. ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ടോ, വെള്ളമുണ്ട. നമ്മളൊരു ചായക്കട നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഈ വെറുവയറ്റിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ഇത് നേരത്തെ എണീക്കുമ്പോഴുള്ള കുഴപ്പം ഇതാണ്, പെട്ടെന്ന് വിശക്കും. അത് കണ്ടോ, കോടമൂടി കിടക്കുന്ന കണ്ടോ മുകളിൽ. നമ്മൾ ആ മലനിരകളുടെ താഴെ ഒരു കട കിട്ടി കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ആ ഒരു വ്യൂവും കണ്ടിട്ട് ഇരുന്ന് ചായ കുടിക്കാം. ഓ, നല്ല വ്യത്യസ്തമായ പേരുകളാണ് നമ്മൾ ഇവിടെയൊക്കെ വരുമ്പം വായിക്കാൻ പറ്റുന്നത്. കോറോംഫ് എന്നാണ്, മലയാളത്തിൽ കോറോം എന്നാണ് എഴുതിയേക്കുന്നത്. റോഡിൽ വയ്യ തിരക്കും കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ചുരം കയറി തുടങ്ങിയെന്ന് തോന്നുന്നു. റോഡ് വളരെ മോശമാണ്. പോരാത്തതിന് ലോറിയും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ട്രാഫിക് ഭയങ്കര സ്ലോ ആയിരുന്നു. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പയ്യെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു മല കയറി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മലയുടെ ആ ഒരു തിക്നെസ് നോക്കുക, കാടിൻ്റെ. ദൂരെ നോക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ലെങ്കിലും അടുത്തോട്ട് വരുമ്പോഴേ വലിയ മരങ്ങളാണ് അതൊക്കെ നിൽക്കുന്നത്. ഒരു പാറയാണ് കേട്ടോ. പാറയുടെ ഇടയിൽ കൂടെ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. വെള്ളമൊക്കെ തീരെ കുറവാണ്. കല്ലാറ് പോലത്തെ ഒരു ചെറിയൊരു അരുവിയാണ് ആ ഒഴുകുന്ന സൈഡിൽ കൂടെ. നമ്മളങ്ങനെ ഓടി കുറ്റിയാടി എന്ന് പറയുന്ന സ്ഥലം എത്തിയിരിക്കണം കേട്ടോ. ഇവിടുന്നാണ് നമുക്ക് കോഴിക്കോടിനും കണ്ണൂർക്കും ഉള്ള റൂട്ടൊക്കെ തിരിയുന്നത്. ഇവിടെ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നേരെയാണ് പോകേണ്ടത്. വലത്തോട്ട് പോയാൽ കണ്ണൂർ ആ ഭാഗമാണ് കേട്ടോ. നമ്മളിതാ ആ നേരെ കിടക്കുന്ന റോഡിലോട്ടാണ് പോകുന്നത്. ആ റോഡാണ് കണ്ണൂർ ഭാഗത്തോട്ട് പോകുന്ന റൂട്ട്. ഈ നല്ല വെള്ളം, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. നല്ല നിറഞ്ഞ വെള്ളമുണ്ട്. നമ്മളങ്ങനെ നാഷണൽ ഹൈവേ 66 വന്ന് കയറിയിരിക്കുകയാണ്. കുറേ ഉണ്ടെന്ന് തോന്നുന്നു. 10 മണിക്കൂർ 25 മിനിറ്റ്. ഓ, 10 മണിക്കൂറുണ്ട് ഇനി. നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കൃത്യം 74 കിലോമീറ്ററായി. ഇനി അങ്ങോട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും തോന്നുന്നു കേട്ടോ. അതായത് മഴക്കാറൊക്കെ ഉണ്ട്.
ഇത് നമ്മുടെ റോഡ് ഉദ്ഘാടനം കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ ബൈക്കുകൾക്കൊക്കെ കയറാൻ പറ്റുന്നത്. ഇത് ഫുൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബൈക്കൊന്നും ഇങ്ങോട്ട് ചിന്തിക്കേ വേണ്ട. സർവീസ് റോഡ് വഴി പോകാനുള്ള ഓപ്ഷനേ ഉള്ളൂ കേട്ടോ ബൈക്കുകാർക്ക്. ഈ ഹൈവേ തിരുവനന്തപുരം വരെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ 10 മണിക്കൂർ എന്നുള്ളത് ഏകദേശം ഒരു 4-5 മണിക്കൂർ കൊണ്ടൊക്കെ തിരുവനന്തപുരം എത്തായിരുന്നു, കോഴിക്കോട് ടു ട്രിവാൻഡ്രം ഒക്കെ. സമയം ഇപ്പോൾ 9:35 കേട്ടോ. നമ്മൾ 91 കിലോമീറ്റർ കവറായി. റോഡിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ലെങ്കിലും റോഡ് വിരിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ വഴി പോകുമ്പോൾ ഉള്ള പന്തീരൻകാവ് ടോൾ. ചിലയിടത്തൊക്കെ പണികൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡ് എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഇനി എത്ര ദൂരമുണ്ട്? ഗുരുവായൂരിലേ ഉള്ളൂ, 3 മണിക്കൂർ. അങ്ങനെ മഴ പെയ്തപ്പോൾ സൈഡിലോട്ട് കയറി എന്നതാണ് കേട്ടോ. ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ. റെയിൻകോട്ട് എടുത്ത് ഇടാൻ പോയി, പക്ഷേ റെയിൻകോട്ട് ഇട്ടാൽ ഭയങ്കര ചൂടായിരിക്കും, അതുകൊണ്ട് റെയിൻകോട്ടൊന്നും ഇട്ടില്ല. നമ്മളിപ്പോൾ ഏകദേശം 10 മണിയായി. 136 കിലോമീറ്റർ. എൻ്റെ പൊന്നെ, കിലോമീറ്റർ ഒന്നും പോകുന്ന അറിയുന്നില്ല കേട്ടോ ഈ റോഡിൽ. ഇനിയിപ്പോൾ എറണാകുളത്തിന് 125 കിലോമീറ്റർ എന്തോ ഉണ്ട്. 1.5-2 മണിക്കൂർ കൊണ്ടങ്ങ് എത്തും. ഇങ്ങനെ പോകുമ്പോൾ ഒരിടത്ത് നിർത്താൻ തോന്നുന്നില്ല, അതാണ് മെയിൻ ഒരു പ്രശ്നം. മഴയാണെങ്കിലും നനഞ്ഞോണ്ട് അങ്ങ് പോകാനേ തോന്നുള്ളൂ. ഇവിടെ തിരൂർ, മലപ്പുറം അങ്ങോട്ടൊക്കെ പോകുന്നവർക്ക് ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് ഇടത്തോട്ടാണ് കേട്ടോ പോകാനുള്ളത്. സ്ഥലത്തിൻ്റെ പേരാണെന്ന് തോന്നുന്നു ഇടരിക്കോട് എന്ന് പറഞ്ഞത്. നമ്മളിവിടുന്ന് 3 ചിക്കു ഷേക്കും അതുപോലെ 3 എഗ് പപ്സ് അതുപോലെ 2 പരിപ്പ് വട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തിന്നു. പിന്നെ അതോ ആ കടയില്ലേ, അവിടുന്ന് ഹലുവയും പിന്നെ ഡേറ്റ്സിൻ്റെ എന്തൊക്കെയോ സാധനം വീട്ടിലേക്ക് വാങ്ങിച്ചു കേട്ടോ. വയനാട്ടിൽ നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ടോളിൻ്റെ അടുത്തുള്ള കടയാണ് കേട്ടോ. വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു, വാഷ്റൂമിലും പോയി. വിട്ടോ കൂടെ പഠിക്കാം. പിന്നെ നമുക്ക് ഏതെങ്കിലും പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കണം. ഇനിയിപ്പോൾ 3 കട്ടയും കൂടെ ഉള്ളൂ. 3 കട്ടയിൽ 108 കിലോമീറ്ററേ പോവുള്ളൂ എന്നാണ് കാണിക്കണേ. അപ്പോൾ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് അടിച്ചാലേ പമ്പിൽ കയറാൻ പറ്റൂ. എവിടുന്നെങ്കിലും ഒരു എക്സിറ്റ് അടിച്ച് പെട്രോൾ അടിച്ചിട്ട് വീണ്ടും റീ എൻട്രി നടത്തണം. കൊല്ലം 263, കൊച്ചിൻ 130, ആലപ്പുഴ 177. ഇവിടുന്നുള്ള വ്യൂ നോക്ക്, കിട്ടില്ല. അതെ ആ റോഡ് പോയേക്കുന്നുണ്ടോ, വളഞ്ഞ് ഇവിടുന്നുള്ള വ്യൂ രക്ഷയില്ല കേട്ടോ. പെട്രോൾ അടിച്ചു കേട്ടോ. 1028 രൂപയായി. ഈ ഫുൾ ടാങ്ക് കൊണ്ട് നമുക്ക് എന്തായാലും വിടത്താൻ പറ്റില്ല, ഒരു ഫുൾ ടാങ്ക് കൂടെ വേണ്ടി വരും. നമ്മളിപ്പോൾ സർവീസ് റോഡാണ്. സർവീസ് റോഡിൽ നിന്ന് നമുക്ക് നേരെ ഇപ്പോൾ ഹൈവേയിലോട്ട് കയറാം. അതായത് ഇവിടെ ഒരു എൻട്രി ഉണ്ട്. നമ്മളെ വണ്ടി അങ്ങനെ 20,000 കിലോമീറ്റർ ആയിരിക്കുകയാണ് കേട്ടോ. 2024 ഞാൻ വണ്ടി എടുക്കുന്നത്. 2026 2 വർഷം കൊണ്ട് 20,000 കിലോമീറ്ററാണ് നമ്മളിതാ ഓടി തീർത്തത്. സോ ഗൈസ്, ഇത്രയും നേരം കിടിലം മഴയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ എറണാകുളം എത്തി. നമ്മുടെ മെട്രോ ആണ് ആ മോളിൽ കാണുന്നത്. ഇടത് സൈഡിൽ നമ്മുടെ ലുലു മോളും ഉണ്ട്. മഴ കണ്ടിട്ട് റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് ഒരു 5 മീറ്റർ പോലും മുമ്പോട്ട് വന്നില്ല. മഴയുടെ പാട്ടിന് പോയി. ഞാൻ ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഉരുവുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 1:35 കേട്ടോ. എറണാകുളം വരെ വലിയ കുഴപ്പമില്ലാതെ എത്തി. ഇനി അങ്ങോട്ടാണ് നമ്മൾ ഇഴയാൻ പോണത്. അങ്ങനെ ഞങ്ങൾ ഓടി ഞാനും ശ്രീഹരിയും ആലപ്പുഴ ബൈപ്പാസിലെത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി, പക്ഷേ അജിൻ വേറെ ഏതോ വഴി കയറിപ്പോയി. നമ്മൾ എത്ര കിലോമീറ്റർ കവർ ചെയ്ത്? 400+ കിലോമീറ്റർ കവർ ചെയ്ത്. എത്ര 5-6 മണിക്കൂർ കൊണ്ടല്ലേ. ഞങ്ങളങ്ങനെ ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ബൈപ്പാസിൻ്റെ അവിടെ ചെറിയൊരു കടയിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. ഓടിച്ച് മനുഷ്യൻ്റെ അടപ്പിളകി. കുറേ നേരം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത മഴ വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കൊട്ടാരക്കര വഴിയാണ് പോകുന്നത്. അപ്പം ശ്രീഹരി ഇനി കൊട്ടാരക്കര വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഞാൻ ചിലപ്പോൾ സജിനുണ്ട്. ഒരു 160 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലോട്ട്. ഇവൻ്റെ ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. സമയം 4:15. ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരി പോകുന്ന ഒരു റോഡാണ് കേട്ടോ. 2 സൈഡും നല്ല വയലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടിലം റൂട്ടാണ്. അവിടെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇത് കായലാണ്. ഇതുവഴി ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നെന്ന് തോന്നുന്നത്. വയലിലൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ടോ. അത്യാവശ്യം നല്ല മഴയാണെങ്കിൽ റോഡിലോട്ടൊക്കെ വെള്ളം കയറും കേട്ടോ. ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമല്ലേ, പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ്.
ഈ പാലത്തിൻ്റെ പേരാണ് കേട്ടോ നെടുമുടി പാലം. സോ ഗായ്സ്, അങ്ങനെ നമ്മളിതാ അടൂർ ബൈപ്പാസൊക്കെ കഴിഞ്ഞ് കൊട്ടാരക്കരയ്ക്ക് ഇനി വെറും 13 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ചങ്ങനാശ്ശേരി കഴിഞ്ഞപ്പോൾ പിന്നെ മഴയും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഉണങ്ങി കിടക്കുമായിരുന്നു. പന്തളം കഴിഞ്ഞൊരു ചായക്കടയിൽ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് സജിനെ വിളിച്ചപ്പോൾ സജിൻ ഏകദേശം വീടെത്താറായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. വയറ്റിൽ നിന്ന് തിരിഞ്ഞ് കോട്ടയം റൂട്ടാണ് അവൻ വന്നത്. നമ്മളെപ്പോലെ ആലപ്പുഴ വന്നിട്ടല്ല വന്നത്. ഇപ്പോൾ കൊട്ടാരക്കര എത്തുമ്പോൾ ശ്രീഹരിയുടെ വീട്ടിലോട്ട് പോകും. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും. സമയം 6:15 നമ്മളെന്ന് വിചാരിച്ച പോലെ നമുക്ക് സമയത്തിന് ഇവിടെ എത്താൻ പറ്റി. ഞങ്ങൾ വിചാരിച്ചു ഒരു 10-11 മണി ആവാതെ നമ്മളിവിടെ എത്തുന്നില്ലെന്ന് വിചാരിച്ചു. പക്ഷേ കോഴിക്കോട് ഹൈവേ അതുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ നല്ല രാത്രിയായിട്ട് എത്തുകയുള്ളായിരുന്നുള്ളൂ. എന്തായാലും എനിക്കൊരു ഭാഗ്യം കിട്ടി. എനിക്കല്ല, നമുക്ക് 3 പേർക്കും ഒരു ഭാഗ്യം കിട്ടി ആ ഒരു വഴി ബൈക്ക് ഓടിക്കാനായിട്ട്. ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ട് അങ്ങ് പോയി ഗൈസ്. ഇവിടെ നിർത്താൻ ഞാൻ മറന്നുപോയി. അപ്പോൾ തിരിച്ചു വന്നതാണ് നമ്മളെ ചെറുക്കന് ടാറ്റ കൊടുക്കാൻ വേണ്ടി. ഞാനെന്തായാലും നേരെ ഇരട്ടത്തിന് വീടെത്തി. അതാ ഒരു ഹൈവേ ഇട്ടുകൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഇപ്പൊ എറണാകുളത്ത് റൂം എടുക്കാം. വീട്ടിലെ എല്ലാവരോടും അന്വേഷണം പറ കേട്ടോ. ഞാൻ പോയിട്ട് വരട്ടോ. ഓ ശരി, അടുത്ത ട്രിപ്പിന് സന്ധിക്ക് വരേക്കും ടാറ്റ പറഞ്ഞേക്ക്. ബൈ. നിന്റെ ഫാൻസ് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്, നീ ഇല്ലാതെ ഒരിടത്തും പോരെന്നും പറഞ്ഞു. ഇപ്പൊ എന്തായാലും സെറ്റ് ആയില്ലേ? ഓക്കെ, കാണാം. ശ്രീഹരിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവാണ്. ഇപ്പോൾ ഇവിടെ ഒരു ജിയോ പമ്പുണ്ട്. ഇവിടുന്ന് കുറച്ച് പെട്രോളും കൂടെ അടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വണ്ടിയുടെ ചെയിനിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ചെയിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. ഞങ്ങൾ ഇത്തവണ മറ്റേ ചെയിൻ ട്യൂബ് എടുക്കാൻ മറന്നുപോയി. വീട്ടിൽ ചെന്നിട്ട് നോക്കണം എത്ര കിലോമീറ്റർ ഓടിയെന്ന്. നമ്മൾ ഈ ടോട്ടൽ ട്രിപ്പ് ഏകദേശം ഒരു 1200 കിലോമീറ്റർ എന്തായാലും ആയി കാണും. ഓരോ 500 കിലോമീറ്റർ കൂടുമ്പോഴും നമ്മൾ ചെയിൻ ലൂബ് ചെയ്താലേ എന്താ പറയുക, സൗണ്ടൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ പണി കിട്ടും. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് ലൂബൊക്കെ ചെയ്യാം. പണ്ട് 550 രൂപയ്ക്കൊക്കെ അടിക്കുമ്പം ഏകദേശം 5 ലിറ്ററോളം കയറിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം 4 എന്തേ ഉള്ളൂ. ഇങ്ങനെ പോയാൽ മിക്കവാറും വല്ല സൈക്കിളിൽ മോട്ടറും വെച്ച് ട്രിപ്പ് പോകേണ്ടി വരും. പെട്രോളിന് വില കൂടിയാലും കുഴപ്പമില്ല. മറ്റേ E80 E100 ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. അത് വരുമ്പം എൻ്റെ ജിക്സറൊക്കെ നിന്ന് കത്തുമെന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചെന്ന് ഞാൻ ഇതുവരെ നോക്കിയില്ല. ഞാനത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ടോട്ടൽ എക്സ്പെൻസും എത്രയായെന്ന് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കേണ്ടവർക്ക് അത് നോക്കിയാൽ മതി. അപ്പോൾ കുറച്ച് പേര് എന്നോട് വണ്ടിയുടെ ഓണർഷിപ്പിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 വർഷത്തോളമായി ഞാൻ വണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ ഈ ട്രിപ്പോടെ വണ്ടി ഏകദേശം 20,000 കിലോമീറ്റർ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. 20,240 കിലോമീറ്ററായി ഇതുവരെ. വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വണ്ടി നല്ലതാണ്. വണ്ടി നമുക്ക് എങ്ങനെ വേണേലും ഫ്ലിക്ക് ചെയ്ത് നമുക്ക് ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ പോകാം, ഒരു കുഴപ്പമില്ല. പിന്നെ ആകെയുള്ള ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയാനായിട്ടാണെങ്കിൽ വൈബ്രേഷൻസ് ഇച്ചിരി കൂടുതലാണ്. അതിപ്പോൾ സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള എല്ലാ വണ്ടികളും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു പ്രശ്നം ആക്കേണ്ടവർക്ക് പ്രശ്നമാക്കാം. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഒരു 30 എന്തായാലും ഒരു 30ൻ്റെ മുകളിൽ എന്തായാലും മൈലേജ് കിട്ടും. ഓടിക്കുന്ന ഓരോരുത്തരുടെ രീതി പോലെ ഇരിക്കും. മര്യാദയ്ക്കൊക്കെ ഓടിച്ചാൽ 35 36 മൈലേജൊക്കെ ഹൈവേയിൽ കിട്ടും. ഇച്ചിരി പൊളിച്ച് ഓടിച്ചാലും മൈലേജ് അങ്ങനെ കുറയത്തൊന്നുമില്ല കേട്ടോ. ഒരു 28 30 ആ റേഞ്ചിലൊക്കെ നിൽക്കും. 4 റൈഡിംഗ് മോഡുണ്ട്. അർബൻ, റെയിൻ, സ്പോർട്ട്, അതുപോലെ സൂപ്പർ മോട്ടോ ഇടുകയാണെങ്കിൽ നമുക്ക് റിയർ ABS ഓഫാക്കാം. അത്യാവശ്യം ചെറിയ ഓഫ് റോഡൊക്കെ പോകണമെങ്കിൽ നമുക്ക് സൂപ്പർ മോട്ടോ മോഡ് ഇട്ട് പോയാൽ മതി. വണ്ടി ക്യുക്കാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇറങ്ങിയ ജനറേഷനേക്കാളും കുറച്ചുകൂടെ ക്യുക്കാണ് വണ്ടി. ചാടി നിൽക്കും. നമ്മൾ കൈ കൊടുക്കുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ പവർ നമുക്ക് ഫീൽ ആവും. അത് ഓരോ മോഡിലും ഓരോ രീതിക്കായിരിക്കും എന്താ പറയുക പവർ ഡെലിവറി എന്ന് പറയുന്നത്. നമ്മൾ നിർത്തിയിട്ട് എവിടുന്നെങ്കിലും എങ്ങോട്ടെങ്കിലും ഒക്കെ എടുക്കണമെങ്കിൽ തന്നെ കുറച്ച് പാടുപെടും. അല്ലാത്ത വണ്ടി ഓടിത്തുടങ്ങിയാൽ വണ്ടി നിമ്പിളാണ് കേട്ടോ. എങ്ങനെ വേണേലും നമുക്ക് സിക്സാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാം വണ്ടി. ഞാൻ ഉപയോഗിക്കുന്ന പെട്രോൾ ഞാൻ പൊതുവേ 95 ആണ് ഇതിനകത്ത് ഒഴിക്കാറുള്ളത്. അത് വണ്ടി വാങ്ങിച്ച് വന്നു തൊട്ട് അങ്ങനെയാണ്. പിന്നെ അത് കിട്ടാത്ത ആ ഒരു സമയത്ത് മാത്രമേ ഞാൻ നോർമൽ പെട്രോൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പ്രിഫർ ചെയ്യുന്ന പമ്പ് ഇന്ത്യൻ ഓയിലായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളതാണ് റിലയൻസ്. ഉള്ളത് ഞാൻ അങ്ങനെ അടിച്ചു നോക്കിയിട്ടില്ല. ഇന്ത്യൻ ഓയിൽ എനിക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു 95 തന്നെ. പിന്നെ സീറ്റിംഗ് കംഫർട്ട് ആണെങ്കിൽ ഒട്ടും കംഫർട്ടില്ലാത്തൊരു വൃത്തികെട്ട സീറ്റാണ് ഇതിൻ്റെ വരുന്നത്. ഒരുമാതിരി പാറപ്പുറത്ത് കുറേ നേരം ഇരിക്കുന്ന പോലെ ഇരിക്കും. അത് വേണ്ടെങ്കിൽ നമ്മളൊരു ജെൽ സീറ്റോ കുഷൻ സീറ്റോ അങ്ങനെ അല്ലെങ്കിൽ സീറ്റിൽ ഓൾറെഡി പാഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചന്തിക്ക് കുറച്ച് ഒരു സുഖം കൊടുത്താൽ നമുക്ക് അധികം
വേദനയില്ലാതെ പോവാം. എനിക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എനിക്കങ്ങനെ ഫീൽ ആവുന്നില്ല. അത്യാവശ്യം നല്ലൊരു ഗ്ലൗസ് വാങ്ങിക്കിട്ട വലിയതായിട്ട് വൈബ്രേഷൻ ഒന്നും അങ്ങനെ അറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ ഏറ്റവും കിടിലൻ സാധനം ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്ററാണ്. ബട്ടറി സ്മൂത്ത് എന്ന് വെച്ചാൽ ബട്ടറി സ്മൂത്താണ്. പിന്നെ ക്ലച്ച് ഇത്തിരി ടൈറ്റ് സൈഡിലാണ്, അതുകൊണ്ട് ട്രാഫിക് നിൽക്കുമ്പം വിരലിനൊക്കെ ഇച്ചിരി വേദന എടുക്കും. പിന്നെ ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വെളിച്ചം തരുന്നത് RT-R32 ഹെഡ്ലൈറ്റാണ്. ഇപ്പോൾ RTX ഉണ്ട്. അത് TVS-ന് നമുക്ക് ആഡ്സ് ഓഫ് തന്നെ കൊടുക്കണം. കാരണം വേറെ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടിക്കും ഇത്രയും ബ്രൈറ്റ്നസ് ഇല്ല. എനിക്ക് പിന്നെ തോന്നുന്നു ഡോമിനാറിന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കുറച്ചുകൂടെ വെട്ടമൊക്കെ ഉള്ളത്. എനിക്ക് പിന്നെ ട്രയംഫ് ആണെങ്കിലും ശരി, ഹിമാലയൻ ആണെങ്കിലും ശരി, അതിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു കാശിനും കൊള്ളാത്ത ഹെഡ്ലൈറ്റാണ്. വെളിച്ചം എന്ന് പറഞ്ഞാൽ സാധനമില്ല, വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന 2 സാധനങ്ങളാണ് ആ ഹെഡ്ലൈറ്റ്. ഇതിൻ്റെ ടയർ എന്ന് വെച്ചാൽ ഒരു അന്യായ ടയറാണ്. മെഷിലിൻ്റെ റോഡ് 5 ആണ് കിടക്കുന്നത്. അന്യായ ഗ്രിപ്പാണ്. എനിക്കിതാ ഇപ്പോൾ ടോട്ടൽ 20,000 കിലോമീറ്റർ ഓടിയതിൽ എനിക്ക് ഇപ്പോഴും ടയർ ലൈഫ് ബാക്കിയുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ലൈഫ് കിട്ടുന്നുണ്ട് ഫ്രണ്ടും ബാക്കും കേട്ടോ. ഞാൻ ഒട്ടുമിക്ക ടൈമിലും സിംഗിളായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പില്യൺ കുറവായിരിക്കും. വണ്ടി അന്യായ റോഡ് പ്രസൻസ് ആണ്. TVS-ൻ്റെ ഇപ്പോഴുള്ള വണ്ടികൾ നോക്കുകയാണെങ്കിൽ RTX ആണെങ്കിലും ശരി, RTR ആണെങ്കിലും ശരി, റോഡ് പ്രസൻസ് ആണ്. അവരുടെ എൻഡോർക്ക് ഇപ്പോൾ ഇറങ്ങിയ ഡബിൾ ഹെഡ്ലൈറ്റ് ഒക്കെയുള്ള എൻഡോർക്ക് വരെ അറ്റൻഷൻ സീക്കർ ലിസ്റ്റിൽ പെടുന്ന വണ്ടികളാണ്. അപ്പോൾ അതൊക്കെയാണ് വണ്ടിയെ പറ്റിയുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് ചെറിയ കാര്യങ്ങൾ. വണ്ടിയാകുമ്പം ഈ നട്ടിലും പൊട്ടിലും ഓടുന്ന സാധനങ്ങളാകുമ്പം കുറച്ചൊക്കെ കുറവും കാര്യങ്ങളൊക്കെ കാണും. അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ചേക്കണം. പെർഫെക്റ്റ് ആയിട്ടൊരു വണ്ടി ഈ ലോകത്തില്ല. എല്ലാ വണ്ടിക്കും അതിൻ്റേതായ ഡ്രോബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വണ്ടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, വണ്ടി ഇഷ്ടപ്പെട്ടാൽ വാങ്ങുക, അതിനെ പൊന്നുപോലെ നോക്കുക. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ വണ്ടിയെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തിരിച്ചും വണ്ടി നമ്മളെ സ്നേഹിക്കും. അതൊരു കണക്ഷനാണ്. അത് ഒരു വണ്ടിപ്രാന്തിന് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പലരും ചോദിക്കും, എന്തിനാ എപ്പോഴും ഈ വണ്ടി കഴുകി തുടച്ച് ഇങ്ങനെ ആവശ്യമില്ലാതെ ഇതിനു വേണ്ടി പൈസ ചിലവാക്കുന്നത്, ഇല്ലാത്ത പൈസ കൊടുത്ത് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ആ വണ്ടി എന്താ പറയുക, നമ്മുടെ കൊച്ചിനെ പോലെയാണ്. നമ്മുടെ ഒരു മോനോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ പിള്ളേരെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയാണ് നമ്മുടെ വണ്ടി നമ്മൾ നോക്കേണ്ടത്. ഒന്ന് സ്റ്റാൻഡ് ഔട്ടായി നിൽക്കുക. അതായത് ഈ വണ്ടി നമുക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. കേരളത്തിലോ ഇന്ത്യയിലോ ഏത് ലോകത്തിൽ നിന്നും നമുക്ക് നമ്മുടെ വണ്ടിയെ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിർത്തണമെങ്കിൽ ഇതുപോലുള്ള ആക്സസറീസ് ഒക്കെ വാങ്ങിച്ചു വെക്കുമ്പോൾ 4 ആൾ അത് കണ്ട് ഇത് ഇന്ന ആളുടെ വണ്ടിയാണെന്ന് അറിയുമ്പം കിട്ടുന്ന ഒരു സന്തോഷം, അത് ഒരു പ്രത്യേക സന്തോഷമാണ്. നല്ലൊരു ജോലിയും എന്താ പറയുക, നല്ലൊരു വണ്ടിയും ഉണ്ടെങ്കിൽ ലൈഫ് സെറ്റാണ്. അപ്പോൾ കല്യാണം കഴിക്കുക, കൊച്ചുണ്ടാവുക, അതൊന്നും അല്ല അതൊക്കെ ഒരു ഇതാണ്. എന്നാലും അതിനേക്കാളും മുകളിൽ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു വണ്ടി വാങ്ങിക്കുക, അതിനെ സ്നേഹിക്കുക, ഒരു യാത്രയൊക്കെ പോവുക. ഒറ്റയ്ക്ക് പോകാൻ പറ്റിയ അത്രയും നല്ലത്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോവുക. അപ്പോൾ പോകുമ്പോൾ കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ 24/7 ഇരുന്ന് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തൊരു വീട്ടിൽ ഇരുന്നാലോ അതൊന്നും കിട്ടത്തില്ല. നമ്മൾ പുറത്തോട്ട് തന്നെ ഇറങ്ങണം, 4 ആൾക്കാരെ കാണണം, അവരോട് സംസാരിക്കണം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയണം. എങ്കിലേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം നേടി എന്നുള്ളൊരു തോന്നൽ വരുള്ളൂ. അപ്പോൾ പൈസ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് ചിലവാക്കുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും അടുത്ത ട്രിപ്പിനേക്കുള്ള പൈസ ഞാൻ തന്നെ കൂട്ടി വെക്കും. ആ ഒരു നല്ലൊരു എമൗണ്ട് ആകുമ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോകും. അത് തീരുമ്പോൾ വീണ്ടും തിരിച്ചു വരും. അടുത്ത ട്രിപ്പിന് വേണ്ടി വീണ്ടും കാത്തിരിക്കും. നമുക്ക് ജോലിക്ക് പോകാനൊരു മോട്ടിവേഷനാണ്, നമുക്ക് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകാനൊരു മോട്ടിവേഷനാണ്, പുതിയ വണ്ടി വാങ്ങണം എന്നുള്ളൊരു മോട്ടിവേഷൻ. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചാണ് വരുന്നത്. നമുക്ക് നാളേക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇത് കിട്ടും, എൻ്റെ മൈൻഡ് സെറ്റ് കിട്ടും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മളൊന്നും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരുന്നാൽ നമ്മുടെ ലൈഫ് വെറുതെ നമ്മൾ പാഴാക്കി കളയാണ്. ഇപ്പോൾ അതാ നഴ്സറി പഠിക്കുന്ന പിള്ളേർ വരെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ 10 A+ ഉണ്ടെന്നോ ഇപ്പോൾ ആരും നോക്കുന്നില്ല. മണി മാറ്റേഴ്സ്. അത് നല്ല രീതിക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ആരും ഒന്നും ചെയ്യാനും പോകുന്നില്ല, ചോദിക്കാനും പോകുന്നില്ല. നല്ല രീതിക്ക് ഉണ്ടാക്കുന്ന പൈസ നിലനിൽക്കും, അല്ലാത്തത് നമ്മളെ നിൽക്കത്തില്ല, നമ്മളതിന് പോകും. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു മോട്ടിവേഷനാണെന്ന് വിചാരിച്ചാൽ മതി. എല്ലാവരും അവരവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. എല്ലാം നടക്കും. നടക്കാതെ ഇരിക്കാനായിട്ട് ഇത് എന്താ പറയുക, നോർത്ത് കൊറിയയോ സൗത്ത് കൊറിയയോ അങ്ങനെയൊന്നും അല്ല, ഇത് ഇന്ത്യയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, ഇവിടെ നമുക്ക് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അംബാനി ആവണോ,
ആവാം, നമുക്ക് പ്രസിഡൻ്റ് ആവണോ അതും ആവാം. പക്ഷേ അതിനു വേണ്ടി പരിശ്രമിക്കണം. അനുഭവത്തിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എല്ലാവരും ആ ഒരു സെൻസിലെടുക്കുക. എല്ലാവരും അവരവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടുക. നമ്മളിപ്പോൾ ചടയമംഗലമൊക്കെ എത്താറായി. ഇനിയിപ്പോൾ മഴയായി, മഴ ചാറുന്നുണ്ട്. ഞാനിപ്പോൾ റെയിൻകോട്ടും കാര്യങ്ങളൊന്നും ഇടാൻ നിൽക്കുന്നില്ല. നേരെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ അവസാനിച്ച് ഒടുവിൽ ഞാൻ വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഭയങ്കര ടയേർഡാണ്, ഒരു രക്ഷയില്ലാത്ത രീതിക്ക് ടയേർഡാണ്. ഇപ്പോൾ കുളിക്കണം, കിടന്നുറങ്ങണം, അതൊക്കെ തന്നെയാണ് ഇനി പരിപാടി. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഇസ് മീ സോൾ വണ്ടർ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ ബൈ.